ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ബിഗ് ബോസ് ഡേ 2 ഒരു ക്വിക്ക് ഓവർവ്യൂ, എൻ്റെ ഒരു സൈഡിൽ നിന്നൊരു ഓവർവ്യൂ ആണ്. 8 മണി ആയപ്പോൾ തന്നെ എല്ലാവരും കിച്ചണിലും ലിവിങ് ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ബിഗ് ബോസ് ഒരു ഇതുപോലെ എല്ലാവരും കുറിച്ചിട്ട് എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ടൊരു സോങ് തന്നെ ഇട്ടു. ABCD ദുൽഖർ സൽമാൻ്റെ സോങ് പപ്പ ഭരണം. എവരി വൺ ഡാൻസ് ടു വെൽ. എല്ലാവരും ഒരുമിച്ചിട്ട് എന്താണ് മറ്റേ പ്ലേയിങ് ഏരിയയിൽ എല്ലാവരും ഒരുമിച്ചുകൂടി ദേ ഹാഡ് ഗുഡ് ഡാൻസ്. ബട്ട് സ്റ്റിൽ ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ നമ്മളെ പ്രീവിയസ് സീസണിൽ കണ്ട പോലെ തന്നെ നല്ലൊരു ഡാൻസേഴ്സ്, കിഡിലെ ഗ്രേസ് സ്റ്റെപ്പൊക്കെ ഇടുന്ന ഒരു ഡാൻസർ ഇപ്പോഴും വന്നിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. ഗ്രൂപ്പായിട്ട് എല്ലാവരും ഡാൻസ് ചെയ്തു, ബട്ട് ഒരു ഡിഫറെൻറ്റ് എന്താ പറയുക, റംസാനൊക്കെ പോലത്തെ ഒരു ഡാൻസർ ഈ ഒരു സീസണിലുണ്ടോ? വി ആർ സ്റ്റിൽ വെയിറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മോർണിംഗ് അറൗണ്ട് 9 ഒക്കെ ആയപ്പോൾ അനീഷ്, അനുമോൾ, പിന്നെ എനിക്ക് തോന്നുന്നത് ബിൻസി, ദേ ഹാഡ് ദ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസത്തിൽ സെയിം ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ലൈക്ക് ഒരു എന്താണ് അക്ബറും പിന്നെ അതുപോലെ തന്നെ അത് വേറെ ഏതോ 2-3 കോണ്ടസ്റ്റൻസ് അനീഷിൻ്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ അനീഷ് മൈൻഡ് ചെയ്യാണ്ട് പോയി. സോ അത് ഇറ്റ്സ് നോട്ട് ഗുഡ്. ഒരാൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അത് തിരിച്ച് റിപ്ലൈ ചെയ്യണം. ദാറ്റ് മേക്സ് ദെയർ മൈൻഡ് ഒരു കുറച്ചുകൂടി ഇതാവും. സോ അത് അനീഷ് ഭയങ്കര എന്താണ് ഒരു റിപ്ലൈ ചെയ്യാണ്ട് പോയപ്പോൾ അത് ആ ബേസ്ഡിലായിരുന്നു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ദേ വർ ജസ്റ്റ് ട്രൈങ് ടു സേ ടു അനീഷ് ദാറ്റ് ഒരാൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അതിന് എന്തെങ്കിലും റിപ്ലൈ ചെയ്തിട്ട് പോകണം, അല്ലാണ്ട് അത് അവോയ്ഡ് ചെയ്തത് നല്ലതല്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ വി ഹാഡ് എ സ്മോൾ ക്ലാഷ് ബിറ്റ്വീൻ അപ്പാനി ശരത്തും അതുപോലെ തന്നെ അനീഷുമായിട്ട്. അത് ക്ലാഷ് എന്ന് പറയാൻ പറ്റില്ല. ഈ സെയിം ഗുഡ് മോർണിംഗ് ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ട് അനീഷ് കുറച്ചും കൂടി ഒരു ഓവർ ഷോ കാണിക്കാൻ നോക്കി. ബേസിക്കലി ഹി വാസ് ട്രൈങ് എന്താണ് നിങ്ങൾക്ക് മലയാളത്തിനോട് എന്താ പുച്ഛം, വേറെ ഇംഗ്ലീഷ് മാത്രം എന്താണ് ഗുഡ് മോർണിംഗ് മാത്രം പറഞ്ഞാൽ പോരാ, സുപ്രഭാതം എന്ന് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പഠിപ്പിക്കാൻ നോക്കിയായിരുന്നു അനീഷ്. സോ ആ ഒരു ടൈമിൽ എന്താണ് ഇവനിക്ക് അപ്പാനി ശരത് ഗോഡ് പംഡപ്പ്. എന്നിട്ട് അനീഷിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാണ് ഇങ്ങനെ വേറെ ആൾക്കാരൊക്കെ പഠിപ്പിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കിക്കൂടെ, ഞങ്ങൾ ഗുഡ് മോർണിംഗ് പറയണോ സുപ്രഭാതം പറയണോ, അതൊക്കെ ഞങ്ങളെ ഇഷ്ടമാകുന്നില്ല. അപ്പാനി ശരത്തിൻ്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ആൻഡ് എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താണ് ഇത് നോർമൽ ടോക്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഷാനവാസ് ആൻഡ് അനുമോൾ അക്ബറുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ, അത് അക്ബർ അല്ല അപ്പാനി ശരത്തായി നിൽക്കുമ്പോൾ അപ്പാനി ശരത്തിൻ്റെ നെക്കിൽ എന്തോ പെയിൻ ഉണ്ടായിരുന്നു. സോ അവിടെ ഒരു അനുമോളിൻ്റെ ഒരു എന്താണ് അനുമോൾ വാസ് സജസ്റ്റിങ് മറ്റേ വേറെ ഒരു ഹോട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നെക്ക് പെയിന് പോകുന്നൊക്കെ. സോ അവർക്ക് അപ്പാനി ശരത്ത് വാസ് സെയിങ് ഹി വാണ്ടഡ് ടു സീ ദ ഡോക്ടർ. അപ്പോൾ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനൊന്നും ചുമ്മാ ഡോക്ടറിനെ കണ്ടിട്ട് കാര്യമില്ല, ദേ വിൽ റൈറ്റ് മെഡിസിൻസ് ഫോർ സിംപ്ലി. അതൊരു ഫണ്ണി വേയിലാണ് അനുമോള് പറഞ്ഞത്. ബട്ട് ഷാനവാസ് അത് മാനിപ്പുലേറ്റ് ചെയ്ത വേറൊരു രീതിയിലോട്ട് തന്നെ അത് എടുക്കാൻ നോക്കി. ആൻഡ് ഷാനവാസ് വാസ് ട്രൈങ് ടു സേ ദാറ്റ് അനുമോൾ മാനിപ്പുലേഷൻ ചെയ്യാൻ നോക്കി ഷാനവാസ് അനുമോളിനെ. ലൈക്ക് ഹി വാസ് സെയിങ് ദാറ്റ് അനുമോൾ എന്താണ് ഡോക്ടേഴ്സ് എല്ലാം ക്യാഷിന് വേണ്ടി ചുമ്മാ മരുന്ന് എഴുതുന്നതാണെന്നുള്ളൊരു വളച്ചണ്ടൊടിച്ച്. അതിനുശേഷം പിന്നെ വീട്ടിലത്തെ എല്ലാവരും വന്നു അനുമോൾക്കെതിരെ പറയാൻ തുടങ്ങി. ലൈക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, ഡോക്ടർമാർ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ബിന്നി ആയി കഴിഞ്ഞാലും അക്ബർ എന്താണ് ഷാനവാസ് ഒരുപാട് ആൾക്കാർ പേര് വന്നു. സോ ഈ ഷാനവാസിന്റെ മാനിപ്പുലേഷനിൽ അനുമോൾ വീണ് പോവുകയും ചെയ്ത് ഷീ സ്റ്റാർട്ടഡ് ക്രൈം. ഇനീഷ്യൽ സ്റ്റേജിൽ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വന്നു കഴിഞ്ഞാലും കരയില്ല എന്ന്. ബട്ട് ഇതില് അനുമോൾ പെട്ടുപോയി. ഫൈനലി പിന്നെ അപ്പാനി ശരത്ത് വന്നത് ക്ലാരിഫൈ ചെയ്തു, എന്താണ് ഷാനവാസിന്റെ മാനിപ്പുലേഷൻ ആയിരുന്നു അത്. അനുമോൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ലൈക്ക് ഡോക്ടേഴ്സ് ആർ ഒൺലി ഫോർ മണി എന്ന് പറഞ്ഞിട്ടില്ല, ലൈക്ക് മെഡിസിൻസ് ആർ റൈറ്റിംഗ് ഓൺലി ഫോർ മണി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഷാനവാസിന്റെ ഒരു എന്താ പറയുക മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അനുമോളിനെ ഡൗൺ ആക്കാനുള്ള ശ്രമമായിരുന്നു. ബട്ട് ഫൈനലി ട്രൂത്ത് ഓൾ കെയിം ഔട്ട് when Appani Sharat said that അനുമോൾ അങ്ങനെയല്ല പറഞ്ഞത്, ബട്ട് ലൈക്ക് ഷീ സെഡ് ഇൻ എ ഫണ്ണി വേ
ലൈക്ക് സംടൈംസ് ഡോക്ടർ റൈറ്റ് മെഡിസിൻസ് ഫോർ നത്തിങ്. പിന്നെ വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കേസിലും അക്ബർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഒരാവശ്യമില്ലാത്ത കേസിലും വന്നിട്ട് അക്ബർ ഇൻവോൾവ് ചെയ്യും. ലൈക്ക് ഇറ്റ് ക്യാൻ ബി ബിക്കോസ് സ്ക്രീൻ ടൈം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം, ബട്ട് ഇറ്റ്സ് ബെറ്റർ ദാൻ ചുമ്മാ ഇരിക്കുന്നതിനെക്കാട്ടിയും ബെറ്റർ ആണത്. ലൈക്ക് എല്ലാ ഇൻസിഡൻറ്റും ഇപ്പോൾ ഡേ 0 മുതൽ ഇപ്പോൾ ഇന്നലെ ഡേ 2 വരെ കേസിൽ അക്ബർ എല്ലാത്തിലും ഉണ്ട്. ഒരാവശ്യമില്ലാണ്ടും ഡയലോഗ് അടിക്കുന്നുണ്ട്. പിന്നെ മോർണിംഗ് ടാസ്കിലൊക്കെ ലൈക്ക് അക്ബറിന്റെ സോങ് ഒക്കെ ഇതുവരെ വന്നിട്ടില്ല. ലൈക്ക് ഹീസ് എ വെരി ഗുഡ് സിംഗർ. സാരിഗമപയില് വൺ ഓഫ് ദ എന്താണ് വൺ ഓഫ് ദ ബെസ്റ്റ് കോntestant ആയിരുന്നു അവിടെ. പക്ഷെ ഇവിടെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇതുവരെ അക്ബറിന്റെ സോങ് ഒന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അറൌണ്ട് 10:15-10:20. അതിൽ ബിഗ് ബോസ് എല്ലാവരുടെ അടുത്തും പറഞ്ഞത് രാവിലെ നടന്ന ഇൻസിഡൻസ് ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്ത് കാണിക്കാനാണ്. സോ ദേ ജസ്റ്റ് ഡിഡ് എ വെരി ഫണ്ണി വേ. പിന്നെ അറൌണ്ട് 11:30-11:45 പണിപ്പുര ടാസ്കിന്റെ ഒരു അനൗൺസ്മെന്റ് വന്നു. ഫസ്റ്റ് ആക്ടിവിറ്റി ഫ്രം പണിപ്പുര ടാസ്ക്. ഓക്കെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ ദ ഫസ്റ്റ് ആക്ടിവിറ്റി വിൽ ബി ലൈക്ക് രണ്ടാൾക്കാരെ ഈ ഒരു വീക്കിൽ എലിമിനേഷൻ നോമിനേഷൻ ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് ഈ ആക്ടിവിറ്റി കളിക്കാം. സോ എവരി വൺ സജസ്റ്റഡ് അക്ബർ ആൻഡ് ആദില നൂറ. സോ അതൊരു എന്താ പറയുക, ഇറ്റ് വാസ് ലൈക്ക് ബേസിക്കലി ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ബോക്സിൽ ഒരു 6 ചിറ്റ് ഉണ്ടായിരുന്നു. 6 ചിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ്സും ടൈം ഉണ്ട്. സോ ബേസിക്കലി ടൈം കൂടുന്തോറും പോയിന്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ അതിൽ ബേസ് ചെയ്ത് ആ ഒരു ടൈമിൽ ആ ചിറ്റ് അവർ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ഫിനിഷ് ചെയ്യണം. ലൈക്ക് പിന്നെ ഒരു 2 ബോട്ട്സ് ഉണ്ട്, പേഴ്സണലും ഉണ്ട് ജനറലും ഉണ്ട്. ദേ ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ പേഴ്സണൽ ആസ് വെൽ ആസ് ദേ ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ ദി എൻറ്റയർ ടൈം. അതാണ് ജനറൽ. സോ അവരെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 സെക്കൻഡിന് 17 സെക്കൻഡ് അതിൻ്റെ ഉള്ളിൽ എടുത്ത് തീരണം. അല്ലെങ്കിൽ ആ എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് പണിപ്പുരയിൽ തന്നെ കൊണ്ടുവെക്കണം. ദർ വിൽ നോട്ട് ബി എനി യൂസ് ഫോർ ദ ടീം. സോ അക്ബർ പിന്നെ ആദില നൂറ ഈ ഒരു ആക്ടിവിറ്റി കളിച്ചപ്പോൾ ദേ ഫെയിൽഡ് ബിക്കോസ് ദേ ഒരുപാട് സാധനങ്ങൾ എടുത്ത് ആ ഒരു പറഞ്ഞ ടൈമിൽ അവർക്കത് തിരിച്ച് ആ 2 സെപ്പറേറ്റ് ബോക്സിൽ വെക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല. സോ ടുക്ക് മച്ച് ടൈം. അതുകൊണ്ട് എല്ലാ എടുത്ത സാധനങ്ങളും തിരിച്ച് പണിപ്പുരയിൽ തന്നെ കൊണ്ടുവച്ച്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ്ങിൽ അനുമോളും ജിസൈലും തമ്മിൽ ചെറിയൊരു ക്ലാഷിങ് തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടത് നിന്ന് ഇറ്റ് വാസ് ലൈക്ക് ഒരു ചെറിയ ക്ലാഷ്. ദർ ഈസ് സംതിങ് ഗോയിങ് ഓൺ ബിറ്റ്വീൻ അനുമോൾ ആൻഡ് ജിസൈൽ. അത് പിന്നെ ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഒരു ചായ ഉണ്ടാക്കുന്ന ടൈമിലായാലും ജിസൈൽ ആൻഡ് അനുമോൾ they were having a big clash in the sense like talking. എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് അനുമോൾ ആൻഡ് ജിസൈൽ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസൺ 7 ഫസ്റ്റ് ഡേ 2 ഉറങ്ങിയത് കൊണ്ട് ഡോഗ് ബാർക്ക് ചെയ്തു. ഡോഗിന്റെ സൗണ്ടാണ് ഉണ്ടായത് ആൻഡ് ദാറ്റ് വാസ് ബിൻസി. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോഴും ഓൾ കോണ്ടസ്റ്റൻസിന് ഇപ്പോഴും അവരുടേതായ സ്യൂട്ട് കേസസ് കിട്ടിയിട്ടില്ല. സോ അവരുടെ ബേസിക് സാധനങ്ങളും ആക്സസറീസും ഒക്കെ ആ സ്യൂട്ട് കേസസിലാണ്. സോ ഈ ഒരു അറൗണ്ട് ഒരു 3:30-4 മണി PM നെവിൻ ഉടായ്പായിട്ട് ഈ ബ്രീഫ് കേസ് സ്യൂട്ട് കേസ് പൊക്കിയിട്ട് അതിനുള്ള എന്തോ സാധനം എടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ബട്ട് ബെഡ്റൂമിൽ ഷാനവാസും പിന്നെ ബിന്നിയുടെ ഇന്റർഫിയറൻസ് കാരണം ഹി കുഡിൻ ഡു ഇറ്റ്. പിന്നെ അതെങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് ഒന്നും എടുത്തിട്ടില്ല സ്യൂട്ട് കേസിൽ നിന്ന്. ഹി കുഡിൻ ഡു ഇറ്റ്. എന്തായാലും ഈ ഒരു വീക്കെൻഡിൽ ലാലേട്ട വരുമ്പോൾ എന്തായാലും നെവിനോട് അത് ചോദിക്കുന്നുണ്ടാവും. പിന്നെ എല്ലാവർക്കും ഒരു യൂണിഫോം വന്നു. പിന്നെ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു വേറൊരു കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഡേ 2 ആയിട്ടും മിക്ക കണ്ടസ്റ്റൻസിനും ഓപ്പോസിറ്റ് കണ്ടസ്റ്റൻസിന്റെ പേരറിയില്ല.
ദാറ്റ്സ് ക്വൈറ്റ് സർപ്രൈസിങ്. ചുമ്മാ അടി ഉണ്ടാക്കി അലമ്പുണ്ടാക്കി വെറുതെ സൗണ്ട് ഉണ്ടാക്കാനല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ ആരും ശ്രമിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇന്നലെ നെവിൻ അക്ബറിനെ വിളിക്കുന്നത് ഷാനവാസിക്കാണ്. ക്വൈറ്റ് വിയേർഡ് ആക്ച്വലി. അങ്ങോട്ട് ഓരോ ഹൗസ് മേറ്റ്സിനും അറിയാൻ പഠിക്കണം, അവരെ പേര് പഠിക്കണം. പക്ഷെ അതൊന്നും എന്താ പറയുക ചെയ്യുന്നില്ല. പിന്നെ അഗെയിൻ 4:30 മണിയായപ്പോൾ അഗെയിൻ ജിസേലിൻ്റെ അടുത്ത് ഷാനവാസിൻ്റെ എന്താണ് ഓൾഡ് മെൻറ്റാലിറ്റി ടോക്സ് ലൈക്ക് ഡ്രസ്സിങ്ങിൻ്റെ കുറിച്ചിട്ട് പിന്നെയും സംസാരിക്കുന്നുണ്ടായിരുന്നു. മറ്റേ കേരള ഓഡിയൻസിന് ഇത് ഇഷ്ടാവില്ല, വോട്ട് കിട്ടില്ല, ഇറ്റ്സ് ക്വൈറ്റ് സ്റ്റുപ്പിഡിറ്റി. ഇപ്പോഴും ആ പഴയ ചിന്താഗതിയിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് സ്റ്റുപ്പിഡിറ്റി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എവിക്ഷൻ്റെ ഒരു ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അത് ബേസ്ഡ് ഓൺ എല്ലാവർക്കും വോട്ട് ചെയ്യാം. അതിൻ്റെ ബേസ് അനുസരിച്ചിട്ട് മോർ വോട്ട് കിട്ടിയത് ഷാനവാസിനായിരുന്നു, സെക്കൻഡ് ശൈത്യ, തേർഡ് ജിസേൽ, പിന്നെ ദർ വാസ് റീന ഫാത്തിമ ആൻഡ് ബിൻസി. ബട്ട് പിന്നെ അത് ആ ഒരു ഫോർത്ത് പ്ലേസിൽ 2 ആൾക്കാരായിരുന്നു. ലാസ്റ്റ് ഫൈനലി ഒന്നും കൂടി വോട്ട് ചെയ്തിട്ട് ബിൻസിനെ സെലക്ട് ചെയ്തത്. അപ്പോൾ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിലൊരു ടാസ്ക് ഉണ്ട്. ദേ ഓൾ വിൽ, ഈ 4 പേര് ഇനി ബെഡ്റൂമിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. അവർക്ക് ലീവ് എന്താണ് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ചെറിയ ഒരു ബെഡ് ഉണ്ട്. സോ ലൈറ്റ് ഈവനിങ് ടൈമിൽ ലൈറ്റ് ഓഫായി കഴിഞ്ഞിട്ട് രാവിലെ വരെ ലൈറ്റ് ഓൺ ആവുന്നത് വരെ അവർക്ക് അവിടെ തന്നെ അവർ ടൈം സ്പെൻഡ് ചെയ്യണം. ഒരു ടൈമിൽ ആ ബെഡിൽ ഒരാൾക്ക് കിടന്നുറങ്ങാം. ബട്ട് ഇതിൻ്റെ ഇതിൽ നിന്ന് പറഞ്ഞാൽ വേറൊരു പണി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ നന്നായി ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് കണ്ടസ്റ്റൻസിന് വന്നിട്ട് ഇവരെ ആ ഒരു അൺകോൺഷ്യസ് ടൈമിൽ ഇവരെ മെല്ലെ ഈ ബെഡോട് എടുത്തിട്ട് ഒരു റെഡ് എന്തോ സാധനമുണ്ട് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ്ലി എലിമിനേറ്റഡ് ആവും. സോ ദിസ് ഈസ് എ വലിയ 7 പണിയാണ് ഫ്രം ബിഗ് ബോസ്. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. സോ പുലർച്ചെ 3 മണി ഡേ 3 എന്താണ് ജിസയിലൊന്നും ഉറങ്ങിയിട്ടില്ല. സോ ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഷാനവാസൊക്കെ നല്ല ഉറക്കമാണ്. ബട്ട് നോ വൺ ഹാവ് എന്താ പറയുക, ഒരു പ്രത്യേകിച്ച് ആരും ഒരു മൂവ്മെൻറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. ലെറ്റ്സ് സീ ഡേ 3 എന്താവുമെന്ന്. എന്താണ് ഈ ഫസ്റ്റ് വീക്കിൽ തന്നെ ബിഗ് ബോസ് കൊടുക്കുന്ന പണികൾ കണ്ടിട്ട് ഈ ബിഗ് ബോസ് ഈസ് ക്വൈറ്റ് ലുക്സ് ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. എന്തായാലും ഇപ്പോഴും എന്താണ് വലിയ ആക്റ്റീവ്നെസ് ഇല്ലാണ്ട്, വലിയ ടീമിലൊന്നും വലിയ ഡിബേറ്റിലൊന്നും പങ്കെടുക്കാണ്ട് ചുമ്മാ ടൈം പാസ് കളിക്കുന്ന കുറച്ച് ആൾക്കാർ ഇപ്പോഴും എനിക്ക് തോന്നി. ഡേ 2 ഒന്ന് മുൻഷി രഞ്ജിത്ത്, ഒന്ന് ശൈത്യ, പിന്നെ സാരിക ഡോക്ടർ, പിന്നെ അതേപോലെ തന്നെ RJ ശാരിക, രേണു സുധി, നെവിൻ, പിന്നെ ബിൻസി, പിന്നെ അതേപോലെ തന്നെ 2 ആളായിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ കളിക്കുന്ന ആദില നൂറ. ഒരു ഇമ്പാക്റ്റ് അവർ ചെയ്യുന്നില്ല. ഇറ്റ്സ് ക്വൈറ്റ് സർപ്രൈസിങ്. 2 ആൾക്ക് കൊടുക്കുന്ന ഇമ്പാക്റ്റ് വിൽ ബി വെരി ഹൈ. ബട്ട് ഇവർ ഒരാൾ ഇമ്പാക്റ്റ് പോലും കൊടുക്കുന്നില്ല. പിന്നെ ആര്യനും സൈലൻ്റ് ആണ്. മിക്ക ആൾക്കാരും ഇതുവരെ അവരുടെ ഒരു എനർജി കാണിച്ചിട്ടില്ല, അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് കാണിച്ചിട്ടില്ല. സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഇതാണ് ഒരു ക്വിക്ക് ഡേ 2 ഓവർവ്യൂ. ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. കമ്പയർഡ് ടു ലാസ്റ്റ് 2 സീസൺസ് ഒക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്ത് കുറച്ചും കൂടി എൻ്റർടൈനിങ് ആണ്. ബട്ട് ഒരു ആവശ്യമില്ലാത്ത അണ്ടർ ഗാർമെൻറ്റ്സ് ടോപ്പിക് ഒന്നും എടുത്ത് വരാണ്ടിരിക്കുക. ഇറ്റ്സ് ക്വൈറ്റ്, അതൊക്കെ ഭയങ്കര ചീപ്പാണ്. അതൊന്നും ഈ ഓഡിയൻസ് ഞങ്ങളത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്തായാലും ഇതാണ് ഡേ 2 ഓവർവ്യൂ. വിൽ സീ ടുമാറോ ഡേ 3. See you guys. Enjoy Big Boss.